ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇപ്പോൾ സമയം ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു 10:30 ആയിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം മോനും വീട്ടിലുണ്ട്. ഇപ്പം മുതൽ വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ എടുക്കണമെന്ന് വിചാരിച്ച് പിന്നെ വിട്ടുപോയി കേട്ടോ. എന്നാലും സാരമില്ല, നമുക്ക് ഇപ്പോൾ എടുത്ത് തുടങ്ങാം. പിന്നെ ഇന്ന് ചോറും ഉച്ചക്കത്തെ ചോറിൻ്റെ പണിയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടേനു കേട്ടോ മീനിന്. ആ വെള്ളമെല്ലാം നല്ല ഐസായ പോലെയുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കും തണുപ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വേഗം തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് വേഗം ചോറിന് വെള്ളം വെച്ച് കത്തിച്ചിട്ടുണ്ട്. അടുപ്പിലാട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ വേഗം തന്നെ അവിടുന്ന് ആയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ കുറച്ച് തണുപ്പെല്ലാം പോയാലും ഞാൻ വേഗം മീൻ മുറിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം തണുപ്പൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. അതാ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. കൈയെല്ലാം നല്ല ഐസായി പോയിട്ടുണ്ടോ. കുറേ മീനില്ല, അതുകൊണ്ട് കുറേ സമയം ഇങ്ങനെ മുറിക്കുമ്പോൾ കൈയെല്ലാം നല്ലോണം തണുത്തിട്ടുണ്ടേനു. നല്ല ബുദ്ധിമുട്ടുണ്ടേനു. അപ്പോൾ വേഗം തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കിൽ ചോറിൻ്റെ വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ വേഗം പോയി അരിയെടുത്ത് വേഗം തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടുന്ന് വേഗം ആയി കിട്ടുമല്ലോ. ഇടയ്ക്കൊന്ന് കത്തിച്ച് കൊടുത്താൽ മതിയല്ലോ പോയിട്ട്. ചോറ് അവിടുന്ന് വേഗം സെറ്റാവുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോഴേക്കിതാ മീനെല്ലാം നല്ലോണം മുറിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പൊരിക്കാനുള്ളത് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളകിടാനുള്ളത് ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊരിക്കാനുള്ളത് നമുക്ക് വേഗം മസാല തേച്ച് വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് മസാല തേച്ചിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ മീനിൽ മസാലയെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇത് മാറ്റി വെക്കാം. അപ്പോഴേക്കിൽ നമുക്ക് മീൻ മുളകിടേണ്ട കാര്യങ്ങളെല്ലാം സെറ്റാക്കി എടുക്കാം. ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വേഗം മീൻ മുളകിടേണ്ടതിൽ ഉള്ളി, പിന്നെ തക്കാളി, പച്ചമുളക് ഇത്രയും അരിഞ്ഞിടുന്നത് കേട്ടോ ചട്ടിയിലേക്ക്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാനൊന്ന് കല്ലിൽ കുത്തിയിട്ടാണ് ഇടുന്നത്. അങ്ങനെ ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാം റെഡിയാക്കി പുളിയെല്ലാം പിഴിഞ്ഞ് ഞാൻ നേരെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അവിടുന്ന് ആയിക്കോളൂ. പിന്നെ അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വേഗം ഞാൻ ഗ്യാസിൽ തന്നെ വെച്ച് വേഗം തന്നെ ആയിക്കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മീനൊന്ന് കുറച്ച് ചെറുതായി ഒന്ന് വറ്റി വന്നേരം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മീൻ ഒരു സൈഡായാലും ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂട് തന്നിട്ടാട്ടോ മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചോറും കറിയെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറെടുക്കാം കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്ലേറ്റിൽ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ മുളകിട്ട കറിയും പൊരിച്ചതും എല്ലാം വിളമ്പാം. ഇപ്പോൾ ചോറും കറിയെല്ലാം ആയി. ദാൻവിക്ക് ചോറ് കൊടുത്തേട്ടാ. ദാൻവി രാവിലെ കളിക്കാൻ പോയി ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആളെ എന്തായാലും ഞാൻ 1 മണിയാരം വിളിച്ചു കേട്ടോ. അവനെ
ഇപ്പോൾ രാവിലെ ചായയും കുടിച്ച് പോയല്ലേ, പിന്നെ അതിനിടയ്ക്കൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഓനെ നേരത്തെ വിളിച്ച് 1 മണിക്ക് തന്നെ ഓന് ചോറ് കൊടുത്ത്. ഇപ്പോൾ പിന്നെ ഇപ്പം എനിക്ക് ചോറെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 2 മണിയായി കേട്ടോ. അപ്പോൾ ഞാൻ 2 മണി ആവും തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറെല്ലാം തിന്ന് വന്ന് ഇനി ഇതാ കുറേ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മഴ തന്നെയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ മഴയൊന്നുമില്ല. എന്നാലും മോൻ്റെ പാൻറ്റെല്ലാം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കട്ടിയുള്ള അവരെല്ലാം നല്ല കട്ടിയുള്ള തുണിയായിരിക്കുമല്ലോ പാൻറ്റ്, അതുപോലത്തെ എല്ലാം ഉണങ്ങി കിട്ടാൻ പണിയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് വെയിൽ കൊണ്ടിട്ട് ഒന്ന് ഉണക്കിയിട്ട് വെയിലുള്ള ദിവസം ഉണക്കിയിട്ട് ഒന്ന് അലമാരിയിൽ മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അയലുമ്പോൾ തന്നെ ഉള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട്. 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല, പക്ഷേ ഇന്നാണ് വെയിൽ കിട്ടിയത്. അപ്പോൾ ഇന്നെല്ലാം ഒന്ന് ഉച്ചയാകുമ്പോഴെല്ലാം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മടക്കി അലമാരിയിൽ വെക്കണം. അപ്പോൾ എന്നെ സഹായിക്കാൻ ആൻറ്റിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൻ്റെ ഡ്രസ്സെല്ലാം ഓൻ തന്നെ മടക്കിക്കോളാന്ന് പറഞ്ഞ് മടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുകയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ.